പൂന്തോട്ടങ്ങളുടെ അഴക് വർദ്ധിപ്പിക്കുന്നതിൽ ബോഗൺവില്ലയ്ക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. പിങ്ക്, ഓറഞ്ച്, വെള്ള, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിൽ പൂത്തു നിൽക്കുന്ന ബോഗൺവില്ല അഥവാ കടലാസു പൂക്കൾ പൂന്തോട്ടത്തിൽ വർണ്ണ മനോഹാരിത തീർക്കും. അധികം പരിചരണം ആവശ്യമില്ലാത്തതും വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞാലും പെട്ടെന്ന് വാടിപ്പോകാത്തതും കമ്പ് മുറിച്ചു നട്ട് എളുപ്പത്തിൽ തൈകൾ ഉണ്ടാക്കാൻ കഴിയുന്നതുമെല്ലാം ബോഗൺവില്ലയുടെ പ്രത്യേകതകളാണ്. വെയിൽ നല്ല രീതിയിൽ ലഭിക്കുന്ന സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. നല്ല വെയിൽ ലഭിക്കുന്നതിനനുസരിച്ച് കൂടുതൽ പൂക്കൾ ഉണ്ടാകും. നിലത്തും ചട്ടിയിലും ബോഗൺവില്ല വളർത്താം. കുറ്റിച്ചെടിയായും വള്ളിയിൽ കയറ്റി വിട്ട് പടർത്തിയും വളർത്താൻ സാധിക്കും. മുള്ളുകളുള്ള ഈ ചെടി 12 മീറ്റർ വരെ ഉയരത്തിൽ വളരും. ഇതിന്റെ പൂക്കൾ വളരെ ചെറുതാണ്. യഥാർത്ഥത്തിൽ വർണ്ണ പകിട്ടോടെ കാണപ്പെടുന്നത് അവയുടെ ഇലകളാണ് അഥവാ ബ്രാക്ട്. ഇവയുടെ യഥാർത്ഥ പൂവ് ചെറുതും വെളുത്ത നിറമുള്ളതുമാണ്. 5 or 6 ബ്രാക്റ്റുകളാൽ പൂവ് ചുറ്റപ്പെട്ടിരിക്കും. ചൂട് കാലാവസ്ഥകളിൽ ബോഗൺവില്ല പെട്ടെന്ന് വളരും. ശാഖകൾ ഒടിച്ചു മാറ്റുകയോ ചെത്തി മാറ്റുകയോ ചെയ്താൽ ഇവയുടെ വളർച്ചയുടെയും പുഷ്പിക്കലിന്റെയും വേഗത വർദ്ധിപ്പിക്കാം. ഈർപ്പവും വളക്കൂറുള്ള മണ്ണിലുമാണ് ഇവ ഏറ്റവും നന്നായി വളരുക. പുഷ്പിക്കൽ ചക്രത്തിന്റെ ദൈർഘ്യം 4 മുതൽ 6 ആഴ്ച വരെയാണ്. ബോഗൺവില്ല നടേണ്ട വിധം. പതിവെച്ചോ കമ്പുകൾ മുറിച്ചു വെച്ചോ ബോഗൺവില്ല ഉണ്ടാക്കാം. കമ്പുകൾ മുറിച്ചെടുത്ത് മണ്ണ്, മണൽ, എല്ലുപൊടി, ചാണകപ്പൊടി എന്നിവ ചേർത്ത ചട്ടിയിൽ നടാം. വേര് പിടിക്കുന്നതിനായി 1 മാസത്തോളം തണൽ ലഭിക്കുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. പ്രൂണിംഗ് ചെയ്താൽ കൂടുതൽ പൂക്കൾ ലഭിക്കും. ശക്തമായ സൂര്യപ്രകാശവും ഇടയ്ക്കിടെയുള്ള വളമിടലും ഇവയുടെ വളർച്ചയെ അനുകൂലിക്കുന്ന ഘടകങ്ങളാണ്. വെള്ളം കുറച്ചു മതി. അമിതമായ ജലസേചനം പൂക്കൾ ഉണ്ടാകാതിരിക്കുന്നതിനും ചിലപ്പോൾ വേരഴുകൽ മൂലം സസ്യത്തിന്റെ നാശത്തിനു തന്നെ കാരണമായേക്കാം. മറ്റൊരു രീതിയിൽ ബോഗൺവില്ല തഴച്ചു വളരാനുള്ള ഒരു മാർഗം നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി കറ്റാർ വാഴയുടെ ഒരു കഷ്ണവും 3 കമ്പ് ബോഗൺവില്ലയും എടുക്കുക. കട്ട് ചെയ്ത ബോഗൺവില്ല തണ്ട് ഇതുപോലെ കറ്റാർ വാഴയിലേക്ക് കുത്തിവെക്കുക. 3 മിനിറ്റ് വെച്ചതിനു ശേഷം ബോഗൺവില്ലയുടെ കമ്പുകൾ കറ്റാർ വാഴയിൽ നിന്നും ഊരിയെടുക്കുക. അതിനുശേഷം ചട്ടിയിൽ നിറച്ച മണ്ണിലേക്ക് ഈ കമ്പുകൾ കുത്തിവെക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി കുറച്ച് കറ്റാർ വാഴ കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ കമ്പുകളുടെ ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കുക. നന്നായി പരിചരിച്ചാൽ 20 ദിവസം കഴിയുമ്പോഴേക്കും പുതിയ ഇലകളും ചെറിയ വേരുകളും വരുന്നതായി കാണാം. അതിനുശേഷം വലിയൊരു ചട്ടിയിലേക്കോ മണ്ണിലേക്ക് നേരിട്ടോ ബോഗൺവില്ലയുടെ ഈ തൈകൾ പറിച്ചു മാറ്റി നടാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ആരോഗ്യം, മനഃശാസ്ത്രം, കൃഷി, യാത്ര, ചരിത്ര സംബന്ധമായ അറിവുകൾക്കും ടിപ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്